നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ വർഷം ജൂലൈയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് HAL നിന്ന് ആദ്യത്തെ തേജസ് MK-A1 യുദ്ധവിമാനം ഡെലിവറി ലഭിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യാഴാഴ്ച പറഞ്ഞു. ഈ വർഷം മാർച്ചിൽ നടത്തിയ ആദ്യത്തെ തേജസ് MK-A1 ആദ്യ ഫ്ലൈറ്റിന് ശേഷം ഇപ്പോൾ ഇന്റഗ്രേഷൻ ട്രയൽ നടത്തുകയാണ്. തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് MK-1A മാർച്ച് 28-ന് ബാംഗ്ലൂരുവിലെ HAL കേന്ദ്രത്തിൽ നിന്ന് ആദ്യ പറക്കൽ നടത്തിയിരുന്നു. ജൂലൈ മാസത്തോടെ മുഴുവൻ നടപടികളും പൂർത്തിയാക്കുമെന്നും ആദ്യ ഡെലിവറി ആ സമയത്ത് നടത്തുമെന്നും ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നു. 48,000 കോടി രൂപയുടെ കരാർ പ്രകാരം ഇന്ത്യൻ വ്യോമസേന ഓർഡർ ചെയ്ത 83 വിമാനങ്ങളുടെ ഭാഗമായിരിക്കും ജൂലൈയിൽ വിതരണം ചെയ്യുന്ന ആദ്യ വിമാനം. ദീർഘദൂര മിസൈലുകളാൽ സജ്ജമായ ഇവയെ കൊണ്ട് വ്യോമസേനയ്ക്ക് വ്യത്യസ്തമായ റോളുകൾ നിർവഹിക്കാൻ കഴിയും. ഇത്തരം 97 യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുവാൻ ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നുണ്ട്. ഇതിനായി പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന് ടെൻഡർ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയിൽ നിലവിൽ യുദ്ധവിമാനങ്ങളുടെ കുറവുണ്ട്. മിഗ് സീരീസ് യുദ്ധവിമാനങ്ങളുടെ സേവനം അവസാനിപ്പിക്കുമ്പോൾ ഈ സാഹചര്യം മൂർച്ഛിക്കുവാൻ സാധ്യതയുണ്ട്. യുദ്ധവിമാനങ്ങളുടെ കുറവ് നികത്തി പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് 97 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തീരുമാനമായത്. ആത്മനിർഭർ ഭാരതത്തിന്റെ കീഴിലാണ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. തേജസ് മാർക്ക് A1 65% തദ്ദേശീയ ഘടകങ്ങളുള്ള ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത ആധുനിക 4+ ജനറേഷൻ യുദ്ധവിമാനമാണ്. സജീവമായ ഇലക്ട്രോണിക് സ്കാൻഡ് എറേ റഡാർ, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ, ആധുനിക ഇലക്ട്രോണിക് വാർഫെയർ സൂട്ട്, എയർ ടു എയർ ഇന്ധനം നിറയ്ക്കൽ കഴിവുകൾ എന്നിവ ഉപയോഗിച്ച് തേജസ് MK-1A പ്രവർത്തന ആവശ്യകതകൾ നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 16 യുദ്ധവിമാനങ്ങൾ വ്യോമസേനയ്ക്ക് എത്തിക്കാനാണ് HAL പദ്ധതിയിടുന്നത്. യുദ്ധവിമാനങ്ങൾക്കായി IAF വർദ്ധിച്ചുവരുന്ന ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി നാസിക്കിൽ ഒരു പുതിയ പ്രൊഡക്ഷൻ ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് എല്ലാ വർഷവും ബംഗളൂരുവിൽ 15 LAC MK-A1 നിർമ്മിക്കാൻ കഴിയും. കൂടാതെ നാസിക് ലൈൻ HAL ഉത്പാദനം 24 ജെറ്റുകളായി ഉയർത്താനും സഹായിക്കും. 87 ജെറ്റുകളുടെ വിതരണം 2028ഓടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.